ഇന്ന് നമുക്ക് കുജേച്ചി തോക്കെ രാത് ബറാത്തെ എന്ന സസ്പെൻസ് ത്രില്ലർ ബംഗാളി സീരീസിന്റെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, പണക്കാരനായ ചിത്രകാരന്റെ മകളായ സ്വാതി ആദിത്യ എന്ന ബിസിനസ്സുകാരനെ പ്രണയിച്ച് വിവാഹം കഴിച്ചു. എന്നാൽ അവരുടെ പ്രണയം പതിയെ പതിയെ കുറഞ്ഞു വന്നു. ആദിത്യക്ക് സ്വാതിയൊന്നും മൈൻഡ് ചെയ്യാൻ പോലും താല്പര്യവുമില്ല. താല്പര്യം മാത്രമല്ല, സമയവുമില്ല. ഒരു ജഡം പോലെയായിരുന്നു അവൾ ആ വീട്ടിൽ കഴിഞ്ഞുകൂടിയതും. ഭർത്താവിൽ നിന്നും ഒരു തരത്തിലുള്ള സുഖവും സന്തോഷവും അവൾക്ക് കിട്ടിയതേയില്ല. അങ്ങനെയുള്ള സ്വാതി 24-കാരനായ ശുഭം എന്ന പയ്യനുമായി പ്രണയത്തിലായി. അവനിൽ നിന്നും അവൾ ആഗ്രഹിച്ചതെല്ലാം കിട്ടുവാനായും തുടങ്ങി. എന്നാൽ അവരുടെ ബന്ധം ഭർത്താവ് അറിയുമോ? അറിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എന്നതാണ് കഥ. എങ്കിൽ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ രാത്രി സമയം റോഡിലൂടെ നടന്നു വരുന്ന 24-കാരനായ ശുഭമിനെ കാണിക്കുന്നു. എന്നാൽ അതുവഴി തന്നെ സ്വാതി എന്നൊരു പെൺകുട്ടി നടന്നു വരികയാണ്. അവളെ കണ്ടതും ശുഭം ഞെട്ടി നിൽക്കുന്നു. ആ ഒരു സീൻ അവിടെ കട്ടായി. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപുള്ളൊരു കാര്യമാണ് കാണിക്കുന്നത്. ശുഭമാണെങ്കിലോ ആദിത്യ എന്ന പയ്യന്റെ കാറിൽ പോവുകയാണ്. ആദിത്യയാണെങ്കിൽ ശുഭമിനെ കടത്തിക്കൊണ്ടു പോകുന്നത് പോലെയാണ് അവനെ കൊണ്ടുപോകുന്നതും. നീ എങ്ങനെയാ സ്വാതിയെ പരിചയപ്പെട്ടത്? ആ ഒരു കഥ പറയുവാനായിട്ടും ആദിത്യ ആവശ്യപ്പെടുന്നു. അങ്ങനെ ശുഭം എങ്ങനെയാണ് സ്വാതിയെ പരിചയപ്പെട്ടതെന്നാണ് പിന്നീട് കാണിക്കുന്നതും. ഒരു ദിവസം റെസ്റ്റോറന്റിൽ ഇരിക്കുകയായിരുന്ന ശുഭം ആദ്യമായിട്ട് സ്വാതിയെ കാണുകയാണ്. അത്രയും സുന്ദരിയായിരുന്ന സ്വാതിയെ ആദ്യ കാഴ്ചയിൽ തന്നെ ശുഭമിന് ഇഷ്ടമായി. അവൻ ഉടനെ തന്നെ സ്വാതിയുടെ ചിത്രം വരയ്ക്കുവാനായി തുടങ്ങി. എന്നാൽ ഈ ഒരു കാര്യം സ്വാതി കാണുകയുണ്ടായി. ഉടനെ തന്നെ സ്വാതി ശുഭമിനടുത്തേക്ക് വന്നിട്ട്, എന്റെ അനുവാദമില്ലാതെ എന്റെ ചിത്രം നീ എന്തിനു വരയ്ക്കുന്നതെന്ന് ശുഭമിനോട് സ്വാതി ചോദിക്കുന്നു. മനോഹരമായിട്ടുള്ള എന്ത് കണ്ടാലും ഞാൻ അതിന്റെ ചിത്രം വരയ്ക്കുമെന്നായിരുന്നു ശുഭമിന്റെ മറുപടി. എന്നാൽ അത് കേട്ട് സ്വാതിക്ക് വല്ലാതെ ദേഷ്യം വരും. സ്വാതിയാണെങ്കിൽ ആ ചിത്രം വലിച്ചു കീറി കളയുകയാണ്. മാത്രവുമല്ല, ഞാനും ഒരു ചിത്രകാരന്റെ മകളാണെന്ന് പറഞ്ഞ് തന്റെ അച്ഛന്റെ പേരും ശുഭമിനോട് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. സ്വാതിയുടെ അച്ഛന്റെ പേര് കേട്ടതും ശുഭം ഞെട്ടിപ്പോകുന്നു. എന്തെന്നാൽ ശുഭമിന്റെ അധ്യാപകനും അവന്റെ റോൾ മോഡലും കൂടിയായിരുന്നു സ്വാതിയുടെ അച്ഛൻ. അതറിഞ്ഞതും ഉടനെ തന്നെ സ്വാതിയുടെ പിന്നാലെ പോവുകയാണ് ശുഭം. എന്നിട്ട് അവളോട് മാപ്പും പറഞ്ഞിട്ട് സ്വാതിയുടെ അച്ഛൻ തന്റെ ഗുരുവാണെന്നും തന്റെ റോൾ മോഡലാണെന്നും ഒക്കെയുള്ള കാര്യം ശുഭം സ്വാതിയോട് പറയുന്നു. മാത്രവുമല്ല, താൻ നന്നായിട്ട് ചിത്രം വരയ്ക്കുമെന്നും തന്റെ ചിത്രങ്ങളുടെ എക്സിബിഷൻ കാണുവാൻ വേണ്ടിയിട്ട് വരണമെന്ന് പറഞ്ഞ് ഒരു അഡ്രസ്സും എഴുതി സ്വാതിക്ക് കൊടുക്കുന്നു. എന്നാൽ സ്വാതിയാണെങ്കിൽ പോകുവാനായിട്ട് തയ്യാറാകുന്നതേയില്ലായിരുന്നു. ഞാൻ വരില്ല എന്ന് തന്നെ അവനോട് പറയും. ദേഷ്യമെന്ന ശുഭമാണെങ്കിൽ വരില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ റോഡിൽ നിന്ന് മാറില്ല എന്ന് പറഞ്ഞ് നാട് റോഡിൽ കയറി നിൽക്കുന്നു. അതാകെ പ്രശ്നമാകുമെന്ന് കരുതി സ്വാതി വരാമെന്നും സമ്മതിച്ചു. അങ്ങനെ അടുത്ത ദിവസം ശുഭം പറഞ്ഞ അഡ്രസ്സിലേക്ക് എത്തുകയാണ്. പക്ഷെ അത് ശുഭമിന്റെ വീടായിരുന്നു. അവിടെ ഒരു എക്സിബിഷനുമില്ല. എക്സിബിഷൻ എന്ന് പറഞ്ഞില്ലേ നീ എന്നെ വിളിച്ചു വരുത്തിയത്? ഇത് നിന്റെ വീടല്ലേ എന്നൊക്കെ സ്വാതി ചോദിക്കുമ്പോൾ, ദേ ഇതൊക്കെയാണ് ഞാൻ വരച്ച ചിത്രങ്ങളെന്ന് പറഞ്ഞ് അവൻ വരച്ച ചിത്രങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നു. അതിലൊരു പെൺകുട്ടിയുടെ ചിത്രമുണ്ടായിരുന്നു. അവൻ പറയുന്നത്, ഇൻഡിപെൻഡൻസ് ഡേ ദിവസം എല്ലാവരും ആഘോഷിക്കുമ്പോൾ ഈ കുട്ടി ആഹാരമില്ലാതെ കരയുകയാണ്. അതാണ് ഞാൻ ഈ കുട്ടിയുടെ ചിത്രം വരച്ചതെന്നും അവൻ പറയുന്നു. ഈ കുട്ടി ഇവിടെ അടുത്തുള്ള തെരുവിലെയാ. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവളെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനായി ഒരുങ്ങുന്നു. അങ്ങനെ അവൻ റെഡിയാകുവാനായി പോകുന്ന സമയത്ത് സ്വാതിക്ക് എന്തോ വല്ലാതൊരു ഫീലാകുന്നു. അവൾ ഉടനെ തന്നെ, നീ എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത് നീ എന്നെ പുറത്തേക്ക് കൊണ്ടുപോകുവാനാണോ? എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുവാനായി ഒരുങ്ങും. അങ്ങനെയാണെങ്കിൽ നാളെ നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ എന്ന് ശുഭം ചോദിക്കുമ്പോൾ അതിന് സ്വാതി തയ്യാറാകും. അങ്ങനെ അടുത്ത ദിവസം ശുഭമിനൊപ്പം പുറത്തു പോകുവാൻ വേണ്ടിയിട്ട് സ്വാതി റെഡിയാവുകയായിരുന്നു. പക്ഷേ ശുഭമിനെ എത്ര ഫോൺ വിളിച്ചിട്ടും അവൻ എടുക്കുന്നതേയില്ല. അവൾക്ക് ആകെ ദേഷ്യം വരും. കുറച്ചു നേരം കഴിഞ്ഞതും ശുഭം വീഡിയോ കോൾ ചെയ്യുന്നു. അവൻ വിളിച്ചത് ആ ഒരു കുട്ടിയുടെ ചിത്രം വരച്ചില്ലേ, തെരുവിലുള്ള ആ കുട്ടിയെ അവൻ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് വീഡിയോ കോൾ വിളിച്ചത്. ആ കുട്ടിയെ കണ്ടതും സ്വാതിക്കും ഒരുപാട് സന്തോഷമായി. അങ്ങനെ സ്വാതിക്ക് ചെറുതായിട്ട് ശുഭമിനോട് ഇഷ്ടമൊക്കെ തോന്നുകയാണ്. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം അവർ ഒരുമിച്ച് കറങ്ങാൻ പോവുകയും അവർക്കിടയിൽ ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ ശുഭമാണെങ്കിലോ അവന്റെ വീടിന്റെ ടെറസിന് മുകളിലായിട്ട് സ്വാതിയുടെ ചിത്രമൊക്കെ വരയ്ക്കുകയാണ്. അത് കാണുന്ന സ്വാതിക്ക് ഒരുപാട് സന്തോഷമാകും. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോഴാണ് ശുഭമിനെ ഞെട്ടിക്കുന്നൊരു കാര്യം സ്വാതി പറയുന്നത്, താൻ വിവാഹിതയാണെന്ന്. അത് കേട്ടതും ശുഭം ഞെട്ടിപ്പോകുന്നു. എന്നാൽ ഈ ഒരു കാര്യങ്ങളെല്ലാം ആദിത്യയോട് കാറിലിരുന്ന് ശുഭം പറയുകയാണല്ലോ. ഇതെല്ലാം കേട്ടുകൊണ്ടുന്ന ആദിത്യക്ക് വല്ലാതെ ദേഷ്യം വരികയും കാർ നിർത്തി ആദിത്യ, നീ എന്തിനാ എന്റെ ഭാര്യയെ തൊട്ടത്? നിനക്ക് എങ്ങനെ എന്റെ ഭാര്യയെ കെട്ടിപ്പിടിക്കാൻ തോന്നിയെന്ന് പറഞ്ഞ് ആദിത്യ വല്ലാതെ ദേഷ്യപ്പെടുന്നു. ശുഭമും കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴാണ് കാറിന്റെ ഡിക്കിയിൽ നിന്നും ചെറിയ എന്തോ ശബ്ദങ്ങൾ കേൾക്കുന്നു. എന്തെന്നറിയുവാൻ വേണ്ടിയിട്ട് ഡിക്കി തുറക്കുകയാണ്. അപ്പോൾ ഒരു ചാക്ക് കെട്ടിരിക്കുകയാ. അതിൽ സ്വാതിയുടെ ഡെഡ് ബോഡിയായിരുന്നു.
ഇവർ രണ്ടുപേരും ചേർന്ന് സ്വാതിയെ കൊന്നുകളഞ്ഞു. എന്തിനാണ് ഇവർ അങ്ങനെ ചെയ്തതെന്ന് പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് വഴിയാണ് കാണിക്കുന്നതും. സ്വാതി തന്റെ വിവാഹം കഴിഞ്ഞതാണെന്ന് ശുഭമിനോട് പറഞ്ഞിട്ടും അവന് വലിയ മാറ്റമൊന്നുമില്ലായിരുന്നു. അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവളെ പ്രപ്പോസ് ചെയ്യുകയാണ് ചെയ്തതും. അങ്ങനെ സ്വാതിക്കും എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥയായി. സത്യത്തിൽ സ്വാതിയും ആദിത്യയും തമ്മിൽ എന്താണ് പ്രശ്നമെന്നാൽ, വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷമായിട്ടും അവർക്കിടയിൽ വലിയ അറ്റാച്ച്മെന്റ് ഒന്നുമില്ലായിരുന്നു. ഒരു ശവം പോലെയാണ് അവൾ അവിടെ ജീവിച്ചു പോകുന്നതും. എന്നും ഹസ്ബൻഡ്, ജോലി കാര്യങ്ങൾ അങ്ങനെയുള്ള തിരക്കാണ്. സ്വാതിയുടെ കാര്യങ്ങൾ അന്വേഷിക്കുവാനോ അവളെ ഒന്ന് കെയർ ചെയ്യുവാനോ പോലും ഹസ്ബൻഡ് തയ്യാറാകുന്നതേയില്ല. അത്രയ്ക്ക് ബിസിയാ. അതൊന്നും സഹിക്കാനാകാത്ത സ്വാതി ഒരു ദിവസം ആദിത്യയോട് ഇതിനെപ്പറ്റി ചോദിച്ചു. എന്നാൽ ആദിത്യ പറയുന്നത്, നിനക്ക് എന്നോടൊപ്പം ജീവിക്കാൻ കഴിയുമെങ്കിൽ ജീവിക്കേ, ഇല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് പോകാമെന്നായിരുന്നു ആദിത്യയുടെ മറുപടി. അതോർത്ത് അവൾ പൊട്ടിക്കരയുകയാണ്. അങ്ങനെ അവൾ സങ്കടപ്പെട്ട് ജീവിതം മുന്നോട്ട് നീക്കുന്ന സമയത്തായിരുന്നു ശുഭമിനെ പരിചയപ്പെടുന്നതും. തന്റെ ഭർത്താവിൽ നിന്ന് കിട്ടാത്ത കെയറിങ്ങും സ്നേഹവും എല്ലാം അവൾക്ക് ശുഭമിൽ നിന്ന് കിട്ടി. അങ്ങനെയാണ് ശുഭമുമായിട്ട് അവൾ ഏറ്റവും കൂടുതൽ അടുക്കുവാനായിട്ടും തുടങ്ങിയത്. അവർ പലതവണയായിട്ട് കണ്ടുമുട്ടുകയും ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തു. എന്നാൽ ആ ഒരു സീൻ അവിടെ കട്ടായി പ്രസന്റ് ആണ് കാണിക്കുന്നത്. ആദിത്യയും ശുഭമും വഴക്കുകൂടിക്കൊണ്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ അതുവഴി പോലീസുകാർ വരുന്നു. പോലീസിനെ കണ്ടതും അവർക്ക് വല്ലാതെ ടെൻഷനാകുവാനായും തുടങ്ങി. കാരണം സ്വാതിയുടെ ഡെഡ് ബോഡി വണ്ടിയുടെ ഡിക്കിയിലിരിക്കുകയല്ലേ. പോലീസുകാർ വന്ന് എന്താണ് കാര്യമെന്ന് അന്വേഷിക്കുമ്പോൾ വണ്ടി പഞ്ചറാണെന്ന് കള്ളം പറഞ്ഞ് പോലീസുകാരെ ഒഴിവാക്കി വിടുകയാണ് ചെയ്തത്. അതിനുശേഷം വണ്ടിയും എടുത്തുകൊണ്ട് പോവുകയാണ് ആദിത്യ. പാലത്തിനടുത്ത് എത്തിയ സമയത്ത് വണ്ടി നിർത്തിയ ആദിത്യ ശുഭമിനോട് ഡിക്കിയിലുള്ള ഡെഡ് ബോഡി എടുത്ത് പാലത്തിന് താഴേക്ക് എറിയുവാനായിട്ടും പറഞ്ഞു. അങ്ങനെ അവൻ അതുപോലെ തന്നെ ചെയ്യുകയാണ്. ആ ഒരു സീൻ അവിടെ കട്ടായി പിന്നീട് ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നതും. ശുഭമും സ്വാതിയും ആരും അറിയാതെ അവരുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുകയാണല്ലോ. ഒരു ദിവസം ഹസ്ബൻഡിനൊപ്പം കിടന്നുറങ്ങുകയായിരുന്ന സ്വാതിക്ക് ശുഭത്തിന്റെ കോൾ വരുന്നു. അവൾ കോൾ എടുക്കുവാനായിട്ട് മടിക്കും. അങ്ങനെ ആദിത്യ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തി കോൾ എടുക്കുവാനായിട്ട് അവൾ പുറത്തേക്ക് വരുന്നു. പക്ഷേ ഇതെല്ലാം ആദിത്യ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ വീഡിയോ കോൾ വിളിച്ച ശുഭമാണെങ്കിലോ, ഇപ്പോൾ എന്നോട് ഐ ലവ് യു പറയണം, ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് താഴേക്ക് ചാടുമെന്ന് പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തുന്നു. അവൾക്ക് വിവാഹം കഴിഞ്ഞതൊന്നും ശുഭത്തിനൊരു പ്രശ്നമേ അല്ല. കാരണം ശുഭത്തിന് സ്വാതിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. എങ്ങനെയെങ്കിലും എന്നോട് ഇഷ്ടം പറയണം, ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ടാണ് പ്രണയിക്കുന്നതെന്നും ശുഭം പറയുന്നു. അങ്ങനെ ശുഭമാണെങ്കിൽ അവളെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതെല്ലാം ആദിത്യ ഒളിഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. തന്റെ ഭാര്യയ്ക്ക് മറ്റാരോ ആയിട്ട് അഫെയർ ഉണ്ടെന്നുള്ള കാര്യം ആദിത്യയ്ക്ക് മനസ്സിലായി. എന്നാൽ വീഡിയോ കോൾ വിളിച്ച ശുഭമിനോട് സ്വാതി ഐ ലവ് യു പറയുകയാണ്. നിർബന്ധിച്ചതുകൊണ്ട് മാത്രമല്ല, യഥാർത്ഥത്തിൽ സ്വാതിയുടെ മനസ്സിലും ശുഭത്തിനോട് പ്രണയമുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ദിവസങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഒരു ദിവസം സ്വാതി കൂട്ടുകാരുടെ വീട്ടിൽ പോവുകയാണെന്ന് കള്ളം പറഞ്ഞ് ശുഭത്തിന്റെ വീട്ടിലേക്കാണ് വന്നത്. അവിടെ വെച്ച് അവർ റിലേഷൻഷിപ്പിലൊക്കെ ഏർപ്പെടുന്നു. അതേസമയമായിരുന്നു ആദിത്യയുടെ കോള് സ്വാതിക്ക് വരുന്നതും. നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ദേ കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നുവെന്ന് അവൾ കള്ളം പറഞ്ഞു. പക്ഷേ സത്യത്തിൽ ശുഭത്തിന്റെ വീട്ടിലേക്കാണ് സ്വാതി വന്നിരിക്കുന്നതെന്നുള്ള കാര്യം ആദിത്യയ്ക്ക് അറിയാമായിരുന്നു. ആദിത്യ അവളെ ഫോളോ ചെയ്ത് ശുഭത്തിന്റെ വീടിന്റെ അടുത്ത് തന്നെയുണ്ട്. അങ്ങനെ രണ്ടാളും പരിപാടിയൊക്കെ കഴിഞ്ഞ് പോകുവാനായി ഇറങ്ങുകയാണ്. രണ്ടാളും ചിരിച്ച് സന്തോഷിച്ച് നടന്നു പോകുന്നതെല്ലാം ആദിത്യ കാണുന്നുണ്ട്. അവർ പോയി എന്ന് ഉറപ്പുവരുത്തിയതും ഉടനെ തന്നെ ആദിത്യ ശുഭത്തിന്റെ വീട്ടിലേക്ക് കയറി വരുന്നു. അവന്റെ റൂമൊക്കെ പരിശോധിക്കുന്നതിൽ നിന്നും കട്ടിലെ ബെഡ്ഷീറ്റൊക്കെ മാറിക്കിടക്കുന്നതും ഒക്കെ അവൻ ശ്രദ്ധിക്കുന്നു. അപ്പോൾ ഇവിടെ വെച്ചായിരിക്കാം സ്വാതിയും സുഭവും ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടതെന്നും ആദിത്യ ചിന്തിക്കും. അവന് വല്ലാതെ സങ്കടം വരുന്നു. അതേ സമയമായിരുന്നു സ്വാതി തന്റെ ഫോൺ മറന്നുപോയി ശുഭത്തിന്റെ വീട്ടിലിരിക്കുകയാണല്ലോ എന്ന കാര്യം ഓർക്കുന്നതും. അങ്ങനെ രണ്ടാളും വീണ്ടും ഫോൺ എടുക്കുവാനായി തിരികെ വരികയാണ്. അതേസമയം ആദിത്യയ്ക്ക് സ്വാതിയുടെ ഫോൺ കിട്ടിയിരുന്നു. ആദിത്യ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി അവിടെ വെച്ചിട്ട് മാറി നിൽക്കുകയാണ്. ആ വീട്ടിൽ ആദിത്യ ഉണ്ട് എന്നുള്ള കാര്യം അവർക്ക് അറിയത്തേയില്ലായിരുന്നു. വീട്ടിലെത്തി ഫോൺ അന്വേഷിക്കുന്ന സമയത്ത് വീണ്ടും ശുഭത്തിന് ഫീലിങ്സ് ഉണ്ടാകുന്നു. അവൻ വീണ്ടും സ്വാതിയുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയാണ്. എന്നാൽ ഇതെല്ലാം വേദനയോട് കൂടി ആദിത്യ നോക്കിക്കാണുകയാണ്. അവന് ചങ്ക് തകരുന്ന വേദനയായിരുന്നു ആ ഒരു കാഴ്ച. ആ സീൻ അവിടെ കട്ടായി പ്രസന്റ് ആണ് കാണിക്കുന്നത്. സ്വാതിയുടെ ഡെഡ് ബോഡി പാലത്തിൽ നിന്ന് താഴേക്ക് ഉപേക്ഷിച്ചതിന് ശേഷം ശുഭമിനെ കൊണ്ടുവന്ന് വീട്ടിലാക്കുകയായിരുന്നു ആദിത്യ. ബോഡി ഉപേക്ഷിക്കുന്ന സമയത്ത് സ്വാതിയുടെ ഫോണും കൂടി നീ ഉപേക്ഷിച്ചില്ലേന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ഫോണൊന്നും ഇല്ലായിരുന്നു, സ്വാതിയുടെ ഡെഡ് ബോഡി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ശുഭം പറയുന്നു. അത് കേട്ട് ആകെ ഷോക്കായി പോവുകയാണ് ആദിത്യ. ഉടനെ തന്നെ സ്വാതിയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കുകയാണ്. അപ്പോൾ കോൾ എടുക്കുന്നത് മറ്റൊരു സ്ത്രീയായിരുന്നു. അപ്പോൾ ഫോൺ എവിടെയോ മിസ്സായി എന്നുള്ള കാര്യവും ആദിത്യക്ക് മനസ്സിലായി. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അന്നേ ദിവസം
ഫോൺ എടുക്കാതെ പോയിട്ട് സ്വാതി നേരെ ശുഭത്തിന്റെ റൂമിലേക്ക് വന്നിട്ട് അവിടെ ഫോൺ അന്വേഷിച്ചിട്ട് കിട്ടിയില്ലല്ലോ. അങ്ങനെ ശുഭമും സ്വാതിയും ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടതിന് ശേഷം സ്വാതി നേരെ തന്റെ വീട്ടിലേക്ക് വരുന്നു. അവിടെ സ്വാതിക്ക് വേണ്ടിയിട്ട് സർപ്രൈസ് ഒരുക്കി കാത്തിരിക്കുകയായിരുന്നു ആദിത്യ. ക്യാൻഡിൽ ലൈറ്റ് ഒക്കെ കത്തിച്ചു വെച്ചിരിക്കുകയാണ്. മാത്രവുമല്ല ഒരുപാട് ഫുഡും ഒക്കെ ഉണ്ടായിരുന്നു. ഇതെന്താ ഇങ്ങനെ ഒരു സർപ്രൈസ് എന്നൊക്കെ സ്വാതി ചോദിക്കുന്നു. അതിന് അവൻ പറയുന്നത്, നീ ഇത് ഒരുപാട് ആഗ്രഹിച്ചിരുന്നതല്ലേ, അതുകൊണ്ട് തന്നെ ഞാനും നിനക്കൊരു സർപ്രൈസ് തരാമെന്ന് കരുതിയെന്ന് പറഞ്ഞ് അവൾക്കൊരു മൊബൈൽ ഗിഫ്റ്റായിട്ട് കൊടുക്കുകയായിരുന്നു. ഐഫോൺ ആയിരുന്നു അത്. നിന്റെ പഴയ ഫോണിങ് എടുത്തേ, അതിലെ സിം എടുത്ത് ഇതിലിടാമെന്ന് പറയുന്നു. എന്നാൽ അതിന് മറുപടിയായിട്ട് സ്വാതി പറയുന്നത്, ഫോൺ ഞാൻ എവിടെയോ വെച്ച് മറന്നു എന്നാണ്. പക്ഷേ സത്യത്തിൽ ആ ഒരു ഫോൺ ഇപ്പോൾ ആദിത്യയുടെ കൈവശം തന്നെയുണ്ട്. ശുഭത്തിന്റെ വീട്ടിൽ നിന്നും ആദിത്യ ഫോൺ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. അങ്ങനെ സ്വാതി ഉറങ്ങുന്ന സമയമായപ്പോൾ ആരും അറിയാതെ എഴുന്നേറ്റ ആദിത്യയാണെങ്കിലോ ആ ഒരു മൊബൈൽ എടുത്ത് കബോർഡിൽ ഒളിപ്പിച്ചു വെക്കുകയാണ്. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ആദിത്യയുടെ പെരുമാറ്റം വളരെ വിചിത്രമായിരുന്നു. ആദിത്യയാണെങ്കിൽ അവളോട് ഒരുപാട് സ്നേഹം കാണിക്കുകയാണ്. അതെല്ലാം കാണുന്ന സ്വാതിക്ക് വല്ലാതെ ടെൻഷനാകും. ആദിത്യയാണെങ്കിലോ ബിസിനസ് ട്രിപ്പായിട്ട് ഡൽഹിയിലേക്ക് പോവുകയാണ്. നീയും അപ്പോൾ എന്നോടൊപ്പം വാ, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് യാത്ര പോകാം. നീയും ഇത് ഒരുപാട് ആഗ്രഹിച്ചതല്ലേ, നിന്റെ ഫ്രണ്ട്സും ഒക്കെ ഇങ്ങനെയൊക്കെ പോകാറില്ലേ എന്ന് പറഞ്ഞ് ആദിത്യയാണെങ്കിൽ സ്വാതിയും ക്ഷണിക്കുകയാണ്. എന്നാൽ സ്വാതി പോകുവാനായിട്ട് കൂട്ടാക്കിയതേയില്ല. പക്ഷേ സ്വാതിക്ക് തന്റെ ഹസ്ബൻഡിന്റെ സ്വഭാവത്തിലെ ഈ ഒരു മാറ്റം കണ്ട് വല്ലാതെ ടെൻഷനാകും. അടുത്ത ദിവസം തന്നെ സ്വാതി നേരെ വരുന്നത് ശുഭത്തിനടുത്തേക്കാണ്. തന്റെ ഭർത്താവ് ബിസിനസ് ട്രിപ്പ് പരമായിട്ട് ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിനി നീയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇനിയെങ്കിലും ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ലോയലായിട്ട് ഇരിക്കണമെന്നും സ്വാതി പറയുന്നു. അങ്ങനെ സ്വാതിയാണെങ്കിലോ ശുഭമുമായിട്ടുള്ള എല്ലാ റിലേഷൻഷിപ്പും ഉപേക്ഷിച്ചിട്ടാണ് അന്ന് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത്. പക്ഷേ അത് ശുഭത്തിന് ഒട്ടും ഇഷ്ടമായില്ല. അവന് വല്ലാതെ ദേഷ്യം വരും. അവൻ ഉടനെ തന്നെ സ്വാതിയുടെ പിന്നാലെ പോകുന്നു. എന്നാൽ അവിടെ ശുഭത്തിനെ കാത്ത് ആദിതി ഉണ്ടായിരുന്നു. ഈ ഒരു കാര്യം സ്വാതിക്കും അറിയത്തില്ല. അന്നാണ് ആദിതിയും ശുഭമും ആദ്യമായിട്ട് ഒരുമിച്ച് കാണുന്നതും. നീ ആരെ അന്വേഷിച്ചാ പോകുന്നത്, എന്റെ ഭാര്യയാണോ എന്ന് ആദിത്യ ചോദിക്കുമ്പോൾ അത് കേട്ട് ശുഭം ഒന്ന് വിറയ്ക്കും. എന്നിട്ട് ശുഭത്തിനെയും കൂട്ടി നേരെ തന്റെ കാറിലേക്കാണ് കയറുന്നതും. നീ ആരാണെന്നുള്ള കാര്യം ഞാൻ നന്നായിട്ട് അന്വേഷിച്ചു. മേഘാലയയിൽ ഒരു പെണ്ണിനെ വഞ്ചിച്ച് അവളുടെ കാശ് മടിച്ചുകൊണ്ട് പോയതിന്റെ പേരിൽ നിനക്കൊരു കേസില്ലേ എന്നൊക്കെയുള്ള കാര്യം ശുഭത്തിനോട് ചോദിക്കുകയാണ്. സത്യത്തിൽ ഈ ശുഭം അത്ര നല്ല പയ്യനൊന്നുമല്ല. അവൻ ഏതൊക്കെ നാട്ടിൽ പോകുന്നോ ആ നാട്ടിലുള്ള പണക്കാരായ സ്ത്രീകളെയൊക്കെ വശീകരിക്കുന്നു. അവർ വിവാഹം കഴിച്ചതായാലും അവനതൊന്നും പ്രശ്നമേ ഇല്ല. അതുകൊണ്ടാണ് സ്വാതി താൻ വിവാഹം കഴിച്ചതാണെന്ന് പറഞ്ഞിട്ടും ശുഭത്തിന് അത്ര മാറ്റമൊന്നും ഇല്ലാതിരുന്നതും. അവരുടെ കാശൊക്കെ അടിച്ചെടുത്തിട്ട് അവിടെ നിന്ന് മുങ്ങലാണ് അവന്റെ പരിപാടി. ഈ ഒരു കാര്യങ്ങളെല്ലാം ആദിത്യ കണ്ടുപിടിച്ചിരുന്നു. മാത്രമല്ല സ്വാതിയുടെ അച്ഛനാണെങ്കിൽ ഒരുപാട് പെയിന്റിംഗ് ഒക്കെ വരച്ചിട്ടുണ്ടല്ലോ. ആ പെയിന്റിങ്ങിനെല്ലാം ലക്ഷക്കണക്കിന് രൂപ കിട്ടും. അതെല്ലാം അടിച്ചുകൊണ്ട് പോവുക എന്നതായിരുന്നു ശുഭത്തിന്റെ പ്ലാനും. ഇതെല്ലാം മനസ്സിലാക്കിയ ആദിത്യയാണെങ്കിൽ അവനെ നന്നായിട്ടൊന്ന് വിരട്ടും. ആ ഒരു വിരട്ടലിൽ ശുഭമും പേടിച്ചു പോകുന്നു. എന്നിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്യണമെന്നും ശുഭത്തിനോട് പറയുന്നു. ആദിത്യ ആവശ്യപ്പെട്ടത് സ്വാതിയെ കൊല്ലണമെന്നായിരുന്നു. ആദിത്യ പറഞ്ഞതനുസരിച്ച് ഒരു ദിവസം സ്വാതിയെ കാണുവാൻ വേണ്ടിയിട്ട് ശുഭം വീട്ടിലേക്ക് വരും. നീ എന്തിനാ ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു, എനിക്ക് നിന്നെ കാണാതിരിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവളെ കെട്ടിപ്പിടിക്കുവാനൊക്കെ ഒരുങ്ങുകയാണ്. എന്നിട്ട് അവളുടെ കഴുത്തിലേക്ക് പതിയെ ഷോള് മുറുക്കിയതിനു ശേഷം ആ ഒരു ഷോൾ ഇറക്കി അവളെ കൊലപ്പെടുത്തുകയും ചെയ്തു. ശുഭം സ്വാതിയെ കൊലപ്പെടുത്തുന്നതെല്ലാം ആദിത്യ അവിടെ നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. സ്വാതി മരിച്ചുവെന്ന് ഉറപ്പുവരുത്തിയ ഉടനെ തന്നെ ശുഭത്തിനടുത്തേക്ക് എത്തുകയാണ് ആദിത്യ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നീ എല്ലാ കാര്യങ്ങളും ചെയ്തു എന്ന് പറഞ്ഞ് അവനെ അഭിനന്ദിക്കുകയാണ്. അങ്ങനെയാണ് സ്വാതി മരണപ്പെട്ടതും. ആ ഒരു ഫ്ലാഷ് ബാക്ക് അവിടെ അവസാനിച്ച് പ്രസന്റ് ആണ് കാണിക്കുന്നത്. സ്വാതിയുടെ മൊബൈൽ ഫോൺ ഇപ്പോൾ മറ്റൊരു സ്ത്രീയുടെ കൈവശമാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണണ്ട, അതാകെ പ്രശ്നമാകും. സ്വാതിയുടെ ഫോൺ ആരുടെയോ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്നും ആദിത്യ പറയുന്നു. അങ്ങനെ ഫോൺ കിട്ടിയ സ്ത്രീയാണെങ്കിൽ ആ ഒരു ഫോണുമായിട്ട് നേരെ ചെല്ലുന്നത് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു. അതേസമയം ആദിത്യ തുടരെ തുടരെ സ്വാതിയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കോൾ എടുത്തത് പോലീസുമാണ്. സ്വാതിയുടെ ഹസ്ബൻഡാണെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ സ്റ്റേഷനിലേക്ക് വരുവാനായും ആവശ്യപ്പെട്ടു. അങ്ങനെ ആദിത്യയോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ്. അപ്പോഴാണ് 3 ദിവസമായി സ്വാതിയെ കാണാനില്ല എന്നും താൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ആദിത്യ പറയുന്നത്. അത് കേട്ട് പോലീസുകാർക്ക് സംശയമുണ്ടാകുന്നു. 3 ദിവസമായി ഭാര്യയെ കാണാനില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കംപ്ലൈന്റ് കൊടുത്തില്ല എന്ന് ചോദിക്കുമ്പോൾ അവൾ എവിടെയെങ്കിലും പോയതായിരിക്കാം, അന്വേഷിച്ച് കണ്ടുപിടിക്കാമെന്ന് കരുതിയെന്നും ആദിത്യ കള്ളം പറയുകയാണ്. അങ്ങനെ ആദിത്യ അവിടെ നിന്ന് പോയതിനു ശേഷം ഒരു കോൺസ്റ്റബിൾ ആണെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന് അടുത്തേക്ക് വരുന്നു. സാറേ,
ഈ കാണാതായ സ്വാതിയില്ലേ, സ്വാതിയുടെ അച്ഛൻ പേരുകേട്ടൊരു ചിത്രകാരനാണ്. അദ്ദേഹത്തിന് ഒരുപാട് സ്വത്തും സമ്പാദ്യവും ഒക്കെയുണ്ട്. അദ്ദേഹത്തിന്റെ ഒരേ ഒരു മകളാണ് ഈ കാണാതെ പോയ സ്വാതി. അദ്ദേഹം വരച്ച ഒരു ചിത്രത്തിന് ഏകദേശം 3 കോടി 4 കോടി രൂപ അടക്കം കിട്ടുമെന്നുള്ള കാര്യവും കോൺസ്റ്റബിൾ പറയുന്നു. ഈ ഒരു കേസ് വിടണ്ട, നമുക്കിതിലൂടെ ഒരുപാട് കാശടിക്കാമെന്നുള്ള കാര്യവും കോൺസ്റ്റബിൾ പോലീസ് ഉദ്യോഗസ്ഥനോട് പറയുന്നു. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥൻ കോൺസ്റ്റബിളിനെ കൂട്ടി നേരെ പോകുന്നത് സ്വാതിയുടെ വീട്ടിലേക്കാണ്. അവിടെ സ്വാതിയുടെ അച്ഛന്റെ ഒരുപാട് പെയിന്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല ആദിത്യയും അവിടെ തന്നെയാണ് താമസിക്കുന്നത്. നിങ്ങളെന്താ ഇവിടെയാണോ താമസിക്കുന്നതെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുമ്പോൾ, അതെ, ഞങ്ങൾ ഇവിടെ തന്നെയാ. സ്വാതിയുടെ അച്ഛൻ മരിച്ചതിൽ പിന്നെ വീട് പൂട്ടിയിടണ്ടെന്ന് കരുതി ഞങ്ങളും ഇവിടെ തന്നെയാണ് താമസിക്കുന്നതെന്നും ആദിത്യ പറയുന്നു. സ്വത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ കൊന്നതാണോ എന്നൊക്കെ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുമ്പോൾ, ഞാൻ അങ്ങനെ ചെയ്തതൊന്നുമില്ല. എന്റെ ഭാര്യയെ കാണാതായിട്ട് ഞാൻ അവളെ അന്വേഷിക്കുകയാണ് എന്നായിരുന്നു ആദിത്യ പറഞ്ഞതും. അങ്ങനെ പോലീസുകാർ പോകുവാനായി ഇറങ്ങുന്ന സമയം തന്നെയായിരുന്നു ശുഭം അവിടെ നിന്ന് പോലീസുകാർ പോകുന്നതൊക്കെ എത്തി നോക്കുന്നത്. ആ ഒരു കാഴ്ച ആദിത്യയും കാണുന്നുണ്ട്. നീ എന്തിനാ ഇവിടേക്ക് വന്നത്? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇവിടേക്ക് വരരുതെന്ന് പറയുമ്പോൾ, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. സത്യത്തിൽ സ്വാതി മരിച്ചിട്ടില്ല. ഞാൻ അവളെ ഒരു ദിവസം രാത്രി റോഡിൽ വെച്ച് കണ്ടിരുന്നു. എന്റെ ഷൂലൈസ് അഴിഞ്ഞ് അത് കെട്ടുവാനായിട്ട് ഇരുന്ന സമയത്ത് എന്റെ തലയിൽ ആരോ തലോടിയിട്ട് പോയി. എനിക്കുറപ്പുണ്ട് അത് സ്വാതി തന്നെയാണ്. അവൾ മരിച്ചിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണെന്നുള്ള കാര്യവും ശുഭം പറയുന്നു. അത് കേട്ട് ആദിത്യ വല്ലാതെ ടെൻഷനാവുകയാണ്. ആദിത്യ അതിനെപ്പറ്റി ചിന്തിക്കും. ഇനി സ്വാതിയുടെ ആത്മാവ് വല്ലതും ആയിരിക്കുമോ ഇങ്ങനെ കറങ്ങി നടക്കുന്നതെന്നൊക്കെ അവൻ ചിന്തിക്കുന്നു. റൂമിലേക്ക് വരുന്ന സമയം ആദിത്യയുടെയും സ്വാതിയുടെയും കല്യാണ ഫോട്ടോയിൽ നിന്നും സ്വാതിയുടെ ഫോട്ടോ കീറിയെടുത്തിരിക്കുന്നതായിട്ട് ആദിത്യ കാണുന്നു. അത് കണ്ട് ആദിത്യ വല്ലാതെ ടെൻഷനാവുകയാണ്. അതേ സമയം തന്നെയായിരുന്നു കബോർഡിൽ വെച്ചിരുന്ന സ്വാതിയുടെ ഫോൺ നോക്കുന്ന സമയത്ത് ഫോണും കാണുന്നില്ല. ഫോൺ എവിടെ പോയി എന്നൊക്കെ അവൻ ചിന്തിക്കും. അവന് വല്ലാതെ പേടിയാകുവാനായും തുടങ്ങി. അങ്ങനെയിരിക്കെ മറ്റൊരു ദിവസം റൂമിൽ നിന്നും സ്വാതിയുടെ ശബ്ദം കേൾക്കുകയാണ്. സ്വാതി സ്നേഹത്തോടുകൂടി ആദിത്യ എന്ന് വിളിക്കും പോലെയാണ് അവന് തോന്നിയതും. അവന് വല്ലാതെ പേടിയാകുന്നു. അവിടെ മാകെ അന്വേഷിച്ചിട്ടും ആരെയും കാണുന്നതേയില്ല. അതേസമയം സ്വാതിയുടെ കാണാതെ പോയ ഫോൺ ആദിത്യയുടെ ഓഫീസ് ടേബിളിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ആദിത്യയ്ക്ക് ഒരു കോള് വരുന്നു. കബോർഡിലുണ്ടായിരുന്ന ഫോൺ എങ്ങനെ ഓഫീസ് ടേബിളിൽ എത്തിയെന്നൊക്കെ അവൻ ചിന്തിക്കുകയാണ്. അതേസമയം തന്നെയായിരുന്നു പോലീസ് ഇൻസ്പെക്ടർ ആദിത്യയെ വിളിക്കുന്നത്. ഒരു ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്. ആ ഡെഡ് ബോഡി സ്വാതിയുടേതാണെന്ന് നോക്കുവാൻ വേണ്ടിയിട്ട് മോർച്ചറിയിലേക്ക് വരണമെന്നും പറഞ്ഞു. ആദിത്യ വല്ലാതെ ടെൻഷനാവുകയാണ്. അതേസമയം തന്നെയായിരുന്നു കോൺസ്റ്റബിൾ ഇൻസ്പെക്ടറിന്റെ അടുത്തേക്ക് എത്തിയിട്ട് സ്വാതിയെ കാണാതായതിന്റെ അടുത്ത ദിവസം തന്നെ ആദിത്യ വണ്ടി സർവീസിന് കൊടുത്തിരുന്നു. പക്ഷേ വണ്ടിയുടെ ഡിക്കിയിൽ നിന്നും ഒരു രക്തക്കറ കണ്ടെത്തുകയുണ്ടായി. രക്തക്കറ ടെസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് അത് സ്വാതിയുടേതാണെന്നും തിരിച്ചറിഞ്ഞുവെന്ന് പറഞ്ഞ് റിപ്പോർട്ടും കൊടുക്കുകയാണ്. അതോടുകൂടി പോലീസുകാരുടെ സംശയം ഇരട്ടിയായി. മോർച്ചറിയിലേക്ക് പോകുവാനായി ഇറങ്ങുന്ന സമയമായിരുന്നു ആദിത്യയ്ക്ക് ഒരു കൊറിയർ വരുന്നത്. അത് പൊട്ടിച്ചു നോക്കുന്ന സമയത്ത് അതിൽ ആദിത്യയും ശുഭവും പ്ലാൻ ചെയ്യുന്നതിന്റെ ഫോട്ടോസ് ഒക്കെയായിരുന്നു. ആരായിരിക്കാം ഞങ്ങളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടാവുക എന്നൊക്കെ അവൻ ചിന്തിക്കുന്നു. അതേ സമയം തന്നെയായിരുന്നു വീട്ടിൽ നിന്നും സ്വാതിയുടെ ശബ്ദവും കേൾക്കുന്നത്. അതോടുകൂടി ആദിത്യയുടെ പേടി ഇരട്ടിയായി. അങ്ങനെ ആദിത്യ മോർച്ചറിയിൽ വന്ന് നോക്കുന്ന സമയത്ത് അത് സ്വാതിയുടെ ഡെഡ് ബോഡി അല്ല എന്നുള്ള കാര്യം ആദിത്യയ്ക്ക് മനസ്സിലായി. വീട്ടിലെത്തിയ ആദിത്യ സ്വാതിയെ പറ്റിയാണ് ചിന്തിക്കുന്നത്. പലതവണയും സ്വാതിയും ആദിത്യയും വഴക്ക് കൂടുന്ന സമയത്ത് ആദിത്യയോട് സ്വാതി, തന്നോടൊപ്പം നന്നായിട്ടൊന്ന് പെരുമാറ്. നിങ്ങൾക്ക് ഒന്നും പറ്റിയില്ലെങ്കിൽ എന്നെ ഒന്ന് ഉപദ്രവിക്കുകയെങ്കിലും ചെയ്യ്. അങ്ങനെയെങ്കിലും നിങ്ങളും ഞാനും ഒന്നായിരിക്കുമല്ലോ എന്നൊക്കെ അവൾ പറഞ്ഞ് കരഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യങ്ങളെല്ലാം ആദിത്യ ചിന്തിക്കുകയാണ്. താൻ തന്റെ ഭാര്യയ്ക്കൊപ്പം നന്നായിട്ട് നിന്നിരുന്നുവെങ്കിൽ അവൾ ഒരിക്കലും മറ്റൊരാളിനെ തേടി പോകില്ലായിരുന്നല്ലോ. ഇതെല്ലാം തന്റെ തെറ്റാണെന്നൊക്കെ ആദിത്യ മനസ്സിലാക്കുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് പോലീസ് ഇൻസ്പെക്ടറിന് ഒരു CCTV ഫുട്ടേജ് കിട്ടുന്നു. അതിൽ സ്വാതിയെ കാണാതായ അന്നേ ദിവസം തന്നെ ആദിത്യയും ശുഭമും വണ്ടിയിൽ പോകുന്നതായിരുന്നു ആ ഒരു വിഷ്വൽസിൽ ഉണ്ടായിരുന്നത്. അതോടുകൂടി പോലീസ് ഇൻസ്പെക്ടർക്ക് ഉറപ്പായി ഇവർ രണ്ടുപേരും ചേർന്നാണ് സ്വാതിയെ കൊന്നിട്ടുണ്ടാവുക എന്ന്. അങ്ങനെ ശുഭമിനെയും അറസ്റ്റ് ചെയ്യുകയാണ്. ഒപ്പം ആദിത്യയും കൊണ്ടുവരുന്നു. രണ്ടുപേരെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന ഇൻസ്പെക്ടർ ആണെങ്കിൽ, ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാനാകില്ല. നിങ്ങൾ രണ്ടുപേരും ചേർന്നാണ് സ്വാതിയെ കൊന്നതെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. തെളിവും കിട്ടിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചെന്ന് നിങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും തുറന്നു പറയുവാനായിട്ടും പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു. അങ്ങനെ പേടിച്ച ശുഭമാണെങ്കിലോ ആ കാര്യങ്ങളൊക്കെ തുറന്നു പറയുവാനായി ഒരുങ്ങുന്ന സമയത്ത്, നീ ഒന്നും മിണ്ടണ്ട, ഞാൻ പറഞ്ഞോളാമെന്ന് പറഞ്ഞിട്ട് ആദിത്യ പറയുവാനായും ആരംഭിച്ചു. ആദിത്യ പറയുന്നത്, സാറിന്റെ വൈഫിന് മറ്റൊരാളുമായിട്ട് അഫെയർ ഉണ്ടെന്നറിഞ്ഞാൽ സാർ എങ്ങനെയാ പ്രതികരിക്കുന്നത്? അത് തന്നെയാ ഞാനും ചെയ്തത്. ഈ ഒരു കാര്യം പുറത്തറിയരുതെന്ന് ഞാൻ ഒരുപാട് കരുതി. സ്വാതിയുടെ അച്ഛനാണെങ്കിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ചിത്രകാരനായതുകൊണ്ട് തന്നെ ആ ഒരു പേര് കളങ്കപ്പെടേണ്ട എന്ന് കരുതി ശുഭമിനോട് ഞാൻ സംസാരിക്കുകയുണ്ടായി. എന്നാൽ അവനാണെങ്കിൽ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് ചെയ്തത്. ഒരുപാട് കാശ് ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നീട് എന്താണ് സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല എന്നും ആദിത്യ ഒരു കള്ളക്കഥ പറയുന്നു. ആദിത്യ പറയുന്നതെല്ലാം കേട്ട് ഇവൻ എന്താ ഇങ്ങനത്തെ കള്ളക്കഥയൊക്കെ പറയുന്നതെന്ന് ചിന്തയിലിരിക്കുകയാണ് ശുഭം. അതേ സമയമായിരുന്നു സ്റ്റേഷനിലേക്ക് ഒരു കോള് വരുന്നത്. ആണോ,
ദേ വരുന്നു എന്ന് പറഞ്ഞ് ശുഭത്തിനെയും ആദിത്യയും കൂട്ടി പോലീസ് ഇൻസ്പെക്ടറാണെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അവർ വന്നത് ശുഭത്തിന്റെ വീട്ടിലേക്ക്. ശുഭത്തിന് ആകെ ടെൻഷനായി. എന്തിനാ ഇവിടേക്ക് വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിന്റെ വീട്ടിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ടു എന്ന് പറഞ്ഞ് അയൽവാസികൾ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ടാണ് ഇവിടേക്ക് വന്നതെന്നും ശുഭത്തിനോട് പോലീസുകാർ പറയുന്നു. ശുഭത്തിന്റെ വീടാകെ പരിശോധിക്കുന്ന സമയത്ത് ശുഭത്തിന്റെ റൂമിൽ നിന്നും കെട്ടിയിട്ട നിലയിൽ ഒരു പെൺകുട്ടിയെ കാണുകയാണ്. അവൾക്ക് ബോധമില്ല. അത് മറ്റാരുമല്ല, നമ്മുടെ സ്വാതി തന്നെയായിരുന്നു. അത് കണ്ട് ശുഭമും ആദിത്യയും ഞെട്ടിപ്പോവുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് രണ്ടാൾക്കും മനസ്സിലാകുന്നതേയില്ല. സ്വാതിയെ വെള്ളം തളിച്ച് ഉണർത്തുകയാണ്. ബോധം വന്ന സ്വാതി ഉടനെ തന്നെ ഓടി ആദിത്യക്ക് അടുത്തേക്ക് ചെന്ന് ആദിത്യയെ കെട്ടിപ്പിടിക്കുന്നു. ദേ, ഇവനാ ഇവനാ എന്നെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടത്. ഇവൻ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. സാറേ, ഇവനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് സ്വാതി ബഹളമുണ്ടാക്കുന്നു. അതൊക്കെ കണ്ട് ആദിത്യയും ഞെട്ടി നിൽക്കുകയാണ്, ശുഭമും ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ സ്വാതിയെയും ആദിത്യയും സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. ഒപ്പം ശുഭമുമുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് സ്വാതിയോട് ചോദിച്ചറിയുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ. സ്വാതി പറയുന്നത്, സാറേ, ഞാൻ ഈ ശുഭമുമായിട്ട് പ്രണയത്തിലായത് സത്യം തന്നെയാണ്. ഞാൻ എൻ്റെ ഭർത്താവിനെ വഞ്ചിച്ചു. അതിന് ഞാനിപ്പോൾ എൻ്റെ ഭർത്താവിനോട് മാപ്പ് ചോദിക്കുകയാണെന്ന് പറഞ്ഞ് ആദിത്യയോട് മാപ്പ് ചോദിക്കുകയാണ്. എന്നിട്ട് അവൾ പറയുന്നത്, ഞാൻ വിചാരിച്ചിരുന്നത് ഇവൻ എന്നെ സ്നേഹിക്കുകയാണെന്നാണ്. എന്നാൽ പിന്നീടാണ് ഇവൻ എന്നെ സ്നേഹിക്കുകയല്ല, ഇവൻ ചതിക്കുകയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. ഒരു ദിവസം ഇവന്റെ ഡ്രോയർ തുറന്നു നോക്കിയപ്പോൾ അതിൽ നിന്നും ആധാർ കിട്ടിയിരുന്നു. അതിലവന്റെ പേര് രാജു എന്നായിരുന്നു. ഇവനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ച് നോക്കിയ സമയത്താണ് മേഘാലയയിൽ സ്ത്രീകളെയൊക്കെ ചതിക്കുന്ന ഒരാളാണ് ഇവനെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. എന്നെയും ഇതുപോലെ ചതിക്കാനായിട്ടാണ് എനിക്കൊപ്പം ചേർന്നതെന്നും എൻ്റെ അച്ഛൻ്റെ സ്വത്തൊക്കെ അടിച്ചെടുക്കുകയാണ് ഇവന്റെ പ്ലാൻ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ഇവനിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ തീരുമാനിച്ചപ്പോൾ ഇവൻ എന്നെ ഇവന്റെ വീട്ടിൽ കെട്ടിയിട്ട് ഒരുപാട് ഉപദ്രവിച്ചു. ഇവൻ കാശിനു വേണ്ടിയിട്ടാണ് എന്നെ ദ്രോഹിച്ചതെന്നും ഇവനെ അറസ്റ്റ് ചെയ്യണമെന്നും സ്വാതി പറയുന്നു. സ്വാതി പറയുന്നതെല്ലാം കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ആദിത്യ. ഞങ്ങൾ രണ്ടുപേരും ചേർന്നല്ലേ ഇവളെ കൊന്നത്, പിന്നെ ഇവളെന്താ ഇങ്ങനൊരു കഥ പറയുന്നതെന്നൊക്കെ ആദിത്യ ചിന്തിക്കുന്നു. എന്നിട്ട് സ്വാതി പോലീസ് ഉദ്യോഗസ്ഥരോട് പറയുകയാണ്, സാറേ, ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ചതിച്ചു. ഇനിയെങ്കിലും എനിക്ക് എൻ്റെ ഭർത്താവിനൊപ്പം സന്തോഷമായിട്ട് ജീവിക്കണം. ഞങ്ങളെ രണ്ടുപേരെയും ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്നും സ്വാതി പറയുന്നു. എപ്പോൾ വിളിച്ചാലും വരണമെന്ന് പറഞ്ഞാണ് സ്വാതിയും ആദിത്യയും പറഞ്ഞു വിടുന്നത്. എന്നാൽ വീട്ടിലെത്തിയ ആദിത്യക്കാണെങ്കിൽ സ്വാതിയുടെ അടുത്ത് പോകുവാൻ വരെ വല്ലാത്ത പേടിയായിരുന്നു. എന്നാൽ അത് മനസ്സിലാക്കിയ സ്വാതിയാണെങ്കിൽ, പേടിക്കണ്ട, എൻ്റെ അടുത്തേക്ക് വന്നോളൂ, ഞാൻ നിന്നെപ്പോലെയല്ല എന്നും സ്വാതി ഒരു അർത്ഥം വെച്ച് സംസാരിക്കും. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്നെ കൊല്ലുവാനായിട്ട് പ്ലാനിട്ട കാര്യവും അത് നടപ്പിലാക്കിയ കാര്യവും എല്ലാം തന്നെ എനിക്കറിയാം. അതെങ്ങനെയാണെന്നുള്ള കാര്യവും സ്വാതി തുറന്നു പറയുകയാണ്. സത്യത്തിലെന്ന് സ്വാതിയെ കൊല്ലുവാൻ വേണ്ടിയിട്ട് ശുഭത്തിന് കുറച്ച് കാശും കൊടുത്ത് ആദിത്യ ഏർപ്പാടാക്കിയിരുന്നല്ലോ, അവനെ ഒരുപാട് വിരട്ടിയിട്ട്. അങ്ങനെ സ്വാതിയെ കൊല്ലുവാൻ വേണ്ടിയിട്ട് ശുഭം സ്വാതിയുടെ വീട്ടിലേക്ക് എത്തിയ അതേ ദിവസം, അന്നേ ദിവസം തന്നെ സ്വാതിയോട് ശുഭം എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയുണ്ടായി. നിന്റെ ഭർത്താവ് നീ വിചാരിക്കും പോലെ ഒരു നല്ലവനല്ല. അവന് നിന്നെ സ്വത്തിന് വേണ്ടിയിട്ടാണ് സ്നേഹിക്കുന്നത്. നിന്നെ കൊല്ലുവാൻ വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുക. എനിക്ക് 10 ലക്ഷം രൂപ തന്നുവെന്നും ശുഭം പറയുന്നു. ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ നിന്റെ ഷോൾ ഉപയോഗിച്ച് നിന്റെ കഴുത്തിൽ മുറുക്കുന്നത് പോലെ അഭിനയിക്കും. നീയും ചത്തുപോകുന്നത് പോലെ അഭിനയിക്കണം. അപ്പോൾ നിന്റെ ഭർത്താവിന്റെ യഥാർത്ഥ മുഖം നിനക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞ് ആദ്യത്തെ വിളിക്കുന്ന കോളും എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. പറഞ്ഞതുപോലെ ഷോള് മുറുക്കിയതും സ്വാതി മരണപ്പെട്ട് വീഴുന്നത് പോലെ അഭിനയിച്ചു. അപ്പോഴേക്കും ആദിത്യ അവിടേക്ക് വരികയും രണ്ടുപേരും സംസാരിക്കുന്നതും സ്വാതി കേൾക്കുകയുണ്ടായി. അങ്ങനെ ശുഭമാണെങ്കിലോ സ്വാതിയുടെ ഡെഡ് ബോഡി എടുത്ത് വണ്ടിയുടെ ഡിക്കിയിൽ കൊണ്ടുവന്ന് വെച്ചു. ആദിത്യ പാലത്തിൽ നിന്ന് താഴേക്ക് ഇടുവാനായിട്ട് പറയുന്ന സമയത്ത് ഡെഡ് ബോഡിയല്ല അവൻ താഴേക്ക് എടുത്തിട്ടത്, വെറും പായ മാത്രമായിരുന്നു. ആ ഡിക്കിയിൽ തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള നേരങ്ങളിലെല്ലാം സ്വാതി ഇരുന്നതും. തന്റെ ഭർത്താവ് തന്നോട് അങ്ങനെ ചെയ്തതൊക്കെ ഓർത്ത് അവൾ പൊട്ടിക്കരയുകയാണ് ചെയ്തതും. വണ്ടി സർവീസിന് കൊടുത്ത സമയത്താണ് വണ്ടിയിൽ നിന്ന് ശുഭം സ്വാതിയെ അവിടെ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയതും. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ശുഭത്തിന്റെ വീട്ടിൽ തന്നെയായിരുന്നു സ്വാതി കഴിഞ്ഞുകൂടിയത്. ഇതെല്ലാം കേട്ടുകൊണ്ടുനിന്ന ആദിത്യ, അല്ല, യഥാർത്ഥത്തിൽ ശുഭം നിന്നെ സഹായിക്കുകയല്ലേ ചെയ്തത്? പിന്നെ നീ എന്തിനാ അവനെക്കുറിച്ച് പോലീസുകാരോട് അങ്ങനെ പറഞ്ഞത്? നീ അവനെ ഒറ്റുകൊടുത്തത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് മറ്റൊരു കാര്യം സ്വാതി തുറന്നു പറയുന്നത്. താൻ മരിച്ചുവെന്ന് ആദിത്യയെ ഉറപ്പുവരുത്തിയതിനു ശേഷം സ്വാതി ശുഭത്തിനൊപ്പമായിരുന്നു അവന്റെ വീട്ടിൽ കഴിഞ്ഞുകൂടിയതും. രണ്ടുപേരും സന്തോഷത്തോടു കൂടി ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ശുഭം തന്റെ സ്ഥലം മേഘാലയാണെന്ന് അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാതി പറയുന്നത്, നമുക്ക് രണ്ടുപേർക്കും ഇവിടെ നിന്നും മേഘാലയയിലേക്ക് പോയി ജീവിക്കാം. നമുക്ക് സീറോയിൽ നിന്ന് തന്നെ ആരംഭിക്കാം. പതിയെ പതിയെ നമുക്കൊരു പണക്കാരാവാമെന്നുള്ള കാര്യം സ്വാതി പറയുന്നു. എന്നാൽ അത് കേട്ട് ശുഭത്തിന്റെ സ്വഭാവം മാറുകയാണ്. അല്ല, ഈ സ്വത്തെല്ലാം ഉപേക്ഷിച്ച് നീ പോകുവാനാണോ തയ്യാറാകുന്നത്? അതൊന്നും വേണ്ട. ഈ സ്വത്തെല്ലാം നിനക്കുള്ളതാണ്. അത് നീ നിന്റെ ഭർത്താവിന് കൊടുത്തിട്ട് പോകുന്നു. അതൊന്നും പറ്റില്ല എന്നുള്ള കാര്യം ശുഭം പറയുന്നു.
പക്ഷേ സ്വത്തൊന്നും എന്റെ കൺട്രോളിലല്ലല്ലോ, എന്റെ ഹസ്ബൻഡിന്റെ കൺട്രോളിലല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെല്ലാം നീ വാങ്ങിയെടുക്കണം. നിന്റെ അച്ഛന്റെ പെയിന്റിംഗ് വിറ്റാൽ തന്നെ കോടിക്കണക്കിന് കാശാണ് കിട്ടുന്നതെന്നുള്ള കാര്യം ശുഭം പറയുന്നു. ശുഭം ഒരു കാര്യം കൂടി പറയുകയാണ്, നിന്റെ ഹസ്ബൻഡിന്റെ സ്വത്തെല്ലാം നിന്റെ കയ്യിൽ വരുവാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഐഡിയ ചെയ്യാം. അവനെ വല്ലാതെ ടോർച്ചർ ചെയ്യാം. അവന് കുറ്റബോധം തോന്നുകയും നിന്നോട് അങ്ങനെ ചെയ്തത് തെറ്റായിപ്പോയെന്ന് ചിന്തിച്ച് അവന് ഉറപ്പായിട്ടും ഇതെല്ലാം ഉപേക്ഷിച്ച് പോകും. അപ്പോൾ ആ സ്വത്തെല്ലാം നിനക്ക് കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നീടുള്ള ദിവസങ്ങളെല്ലാം ആദിത്യയെ ടോർച്ചർ ചെയ്യുവാനായിട്ട് ഒരു പ്രേതം പോലെ ജീവിക്കണമെന്നും സ്വാതിയോട് പറയുന്നു. അങ്ങനെയാണ് അവൾ ശബ്ദമുണ്ടാക്കുകയും പിന്നെ ആ ഒരു വെഡ്ഡിംഗ് ഫോട്ടോയ്ക്ക് കീറി വെക്കുകയും ഒക്കെ ചെയ്തത്. അതോടുകൂടി സ്വാതിയുടെ പ്രേതമാണോ തന്നെ ശല്യം ചെയ്യുന്നത് എന്ന ചിന്ത ആദിത്യയിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ശുഭത്തിന്റെ വീട്ടിലെ കബോർഡ് പരിശോധിക്കുന്ന സമയത്താണ് അവന്റെ കബോർഡിൽ നിന്നും അവന്റെ ആധാർ കാർഡൊക്കെ കിട്ടുന്നത്. അതിൽ അവന്റെ പേര് രാജു എന്നായിരുന്നു. അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്താണ് അവൻ മേഘാലയയിൽ ഒരുപാട് സ്ത്രീകളെ പറ്റിച്ചിട്ടുണ്ടെന്നും അവൻ അവരുടെ കാശെല്ലാം കൈക്കലാക്കി കടന്നു കളയുകയാണ് ചെയ്തതെന്നും കാശുള്ള സ്ത്രീകളെയാണ് അവൻ ഫോക്കസ് ചെയ്യുന്നതെന്നുള്ള കാര്യവും അവൾക്ക് മനസ്സിലായത്. അതോടുകൂടി തന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നതും തന്റെ സ്വത്ത് മോഹിച്ചാണെന്നും സ്വത്തെല്ലാം കൈക്കലാക്കി കഴിഞ്ഞാൽ തന്നെ ഉപേക്ഷിക്കുമെന്നുള്ള കാര്യവും സ്വാതിക്ക് മനസ്സിലായി. ആദിത്യയുടെ സ്വഭാവം പോലെ തന്നെയാണ് ശുഭത്തിന്റെയും സ്വഭാവം. രണ്ടുപേരും അവളുടെ സ്വത്തിൽ മാത്രമായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. എന്റെ സ്വത്തെല്ലാം അവൻ കൈക്കലാക്കി കഴിഞ്ഞാൽ അവൻ എന്നെ കൊല്ലുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. അവനേക്കാൾ എത്രയോ ബെറ്ററാണ് നീ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ശുഭത്തിനെ ഞാൻ ഒറ്റുകൊടുത്തത്. ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തതെന്നുള്ള കാര്യവും സ്വാതി പറയുന്നു. സ്വാതി പറയുന്നതെല്ലാം കേട്ട് ആദിത്യ ചോദിക്കുന്നത്, അപ്പോൾ നീ പറയുന്നത് ഞാൻ നല്ലവനാണെന്നാണോ? അതിന് മറുപടിയായിട്ട് സ്വാതി പറയുന്നത്, അതെ, നീ നല്ലവൻ തന്നെയാണ്. സത്യത്തിൽ നീ എന്നെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചത് യഥാർത്ഥത്തിൽ കാശിനു വേണ്ടിയിട്ടോ എന്റെ സ്വത്തിനു വേണ്ടിയിട്ടോ അല്ലായിരുന്നു. നീ ഈ കാര്യങ്ങളൊന്നും ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടും അച്ഛന്റെ പേര് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. മാത്രവുമല്ല, നീ ഒരുപാട് പേരുടെ കയ്യിൽ നിന്നും കാശൊക്കെ കടം വാങ്ങിയിരുന്നു. പലിശക്കാരയ്ക്ക് നിന്നെ വിളിച്ച് പ്രശ്നമുണ്ടാക്കുന്ന സമയത്തും നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളതും. അപ്പോൾ പോലും നീ എൻ്റെ അച്ഛന്റെ സ്വത്തിൽ നിന്നും ഒരു ഭാഗം പോലും ചോദിക്കുന്നതോ സ്വത്തിൽ കണ്ണുവെച്ചതോ ഒന്നും തന്നെ ഞാൻ കണ്ടിട്ടേയില്ല. എൻ്റെ അച്ഛന്റെ പെയിന്റിംഗ് വിറ്റാൽ തന്നെ കോടിക്കണക്കിന് കാശ് കിട്ടുന്നതാണല്ലോ, അതുപോലും നീ ഇന്ന് വരെയും ചെയ്തിട്ടേയില്ല. അപ്പോൾ നീ എന്നെ കൊല്ലുവാനായി തീരുമാനിച്ചത് നിനക്ക് എന്നോടുള്ള സ്നേഹമാണ്. ഞാനും ശുഭമും അവന്റെ വീട്ടിൽ വെച്ച് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നത് അത് കണ്ടതോടുകൂടി ഞാൻ നിന്നെ വഞ്ചിച്ചു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടല്ലേ നീ എന്നെ കൊല്ലുവാനായി തീരുമാനിച്ചത്. അപ്പോൾ അത് നിനക്ക് എന്നോടുള്ള സ്നേഹമല്ലേ? നീ യഥാർത്ഥത്തിൽ നല്ലവൻ തന്നെയാണെന്നുള്ള കാര്യവും ആദിത്യയോട് സ്വാതി പറയുന്നു. ഇതുവരെ നടന്നതെല്ലാം നമുക്ക് മറക്കാം, പുതിയൊരു ജീവിതം ആരംഭിക്കാം. എല്ലാം ക്ഷമിച്ചും പൊറുത്തും മറന്നും നമുക്ക് മുന്നോട്ട് ജീവിക്കാം എന്നുള്ള കാര്യവും സ്വാതി പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും നല്ല രീതിക്ക് മുന്നോട്ട് ജീവിക്കുവാനായും തീരുമാനിക്കുകയാണ്. എന്നാൽ അതേസമയം തന്നെ ശുഭത്തിന്റെ വീട്ടിൽ കഴിഞ്ഞിരുന്ന സ്വാതി പോലീസുകാർ വരുന്നതിന് മുൻപ് അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് കാലും കൈയൊക്കെ എങ്ങനെയാണ് കെട്ടിയിട്ടതെന്നൊക്കെ കാണിക്കുന്നു. എന്നാൽ മറ്റൊരു വശത്ത് ആദിത്യയാണെങ്കിലോ സ്വാതിയുമായിട്ട് പുതിയൊരു ജീവിതം ആരംഭിച്ചല്ലോ. പക്ഷേ അവൻ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നമൊക്കെ കാണുകയാണ്. സ്വാതിയാണെങ്കിൽ രാത്രിയാകുമ്പോൾ കത്തിയുമായിട്ട് തന്നെ കൊല്ലുവാനായി വരുന്നു എന്നതായിരുന്നു അവന്റെ സ്വപ്നം. സ്വപ്നം കണ്ട് അവൻ ഞെട്ടിയുണരുകയാണ്. എന്നാൽ സ്വാതി അവന്റെ അടുത്ത് കിടന്നുറങ്ങുകയും ചെയ്യുന്നുണ്ട്. സ്വാതിയാണെങ്കിലോ അവൻ സ്വപ്നം കണ്ട് ഉണർന്നു എന്ന് മനസ്സിലാക്കി അവൻ അടുത്തേക്ക് വന്നിട്ട്, പേടിക്കണ്ട, ഞാൻ എപ്പോഴും നിന്റെ കൂടെ കാണുമെന്ന് പറഞ്ഞ് ആദിത്യയെ സമാധാനിപ്പിക്കുന്നു. എന്നാൽ അതേ സമയം തന്നെ ക്യാമറയിലേക്ക് അവൾ രൂക്ഷമായി നോക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ആദിത്യയെ കൊല്ലാമെന്നുള്ള ഒരു സൂചനയും തരികയാണ്. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.